നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇപ്പോൾ റിട്ടയർഡ് SP KM ആന്റണി കൂടെ ചേരുന്നുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. സ്വർണ്ണപ്പാളിയിൽ വലിയ തരത്തിലുള്ള തിരിമറി നടന്നുവെന്ന് തുടക്കം മുതലേ തന്നെ ഉറപ്പിച്ചതാണ്. അതിപ്പോൾ കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ സുപ്രധാന നിരീക്ഷണം തന്നെയാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ടെന്ന സംശയം അത് വീണ്ടും ഉന്നയിക്കുകയാണ് കോടതി. ഇതിലൂടെ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം എന്ന് നമുക്ക് എന്നൊരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിന്റെ ആരംഭഘട്ടം മുതൽ അന്വേഷണത്തിലൂടെ വെളിവായിക്കൊണ്ടിരിക്കുന്ന ഓരോരോ വിവരങ്ങളും വീണ്ടും വീണ്ടും നമ്മളെ സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നതും സംശയം കൂടുതൽ നമ്മളെ ബലപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ കോടതിയുടെ അഭിപ്രായവും അതുപോലെ തന്നെ SIT സമർപ്പിച്ച റിപ്പോർട്ട് അത് VSSCയിലെ ഈ പറഞ്ഞ പാളിയും മറ്റ് സ്വർണത്തിന്റെ അംശങ്ങളുമൊക്കെ പരിശോധന നടത്തി VSSC നൽകിയ റിപ്പോർട്ട് അത് ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ് നമുക്ക് പുറത്ത് അറിയാൻ പറ്റുന്നത്. കാരണം പാളികൾ അപ്പാടെ മാറ്റി അതിൽ സ്വർണം വളരെ നേരിയ തോതിൽ സ്വർണം പൂശി കൊണ്ടുവന്നോ എന്ന് ബലമായി സംശയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നതെന്നാണ് നമുക്ക് പുറത്തറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് VSSCയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് ആ കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയൊരു കാര്യമല്ല ഇത്. കാരണം വളരെ ഗൗരവതരമായിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ അവര് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കിപ്പോഴും ഒരു കൃത്യത വന്നിട്ടില്ല. ഇതിലെ പ്രതികൾ ആരെല്ലാമാണ് എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു കൃത്യമായ കാര്യങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ കൊടിമരം അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 16 പേര് സാർ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് എടുത്ത തീരുമാനം അല്ലെങ്കിൽ കണ്ണികൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ 16 പേര് പ്രതികളുടെ എണ്ണമല്ല, അതിനകത്ത് ഓരോരുത്തരുടെയും പങ്കും അവരെങ്ങനെയാണ് ഒത്തുചേരുന്നതല്ലേ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവരെന്തിനാണ് ഇങ്ങനെ ഒന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കിതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏറ്റവും ഇന്നിപ്പോ കോടതി അഭിപ്രായപ്പെട്ടതുപോലെ വേലി തന്നെ വിളവ് തിന്നുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ തന്നെ തട്ടിയെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഈ പാളികൾ അതായത് 98-ൽ സ്ഥാപിച്ച പാളികൾ തന്നെയാണോ 2019 അവിടെ കൊണ്ട് വീണ്ടും അവിടെ സ്ഥാപിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സംശയമാണ് ഇതില്. കാരണം ആ ഒറിജിനൽ പാളികൾ അല്ല എങ്കിൽ ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇതിനൊരു ഡിവൈൻ വാല്യൂ ഉണ്ട്, ദൈവികമായ അംശം ഉള്ളത്. അയ്യപ്പന്റെ സന്നിധിയിൽ ഇരുന്നിരുന്നതായ വസ്തുവകൾ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ദൈവികമായ വാല്യൂ ഉണ്ട്. കാരണം അയ്യപ്പ ഭഗവാന്റെ ശക്തി അതിലേക്ക് ആവാഹിച്ച് വന്നിട്ടുണ്ടാവാം. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ 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 വിലപ്പെട്ട കാര്യങ്ങളാണ്. അതിന് എത്ര കോടി രൂപ കിട്ടും അന്താരാഷ്ട്ര മാർക്കറ്റില്, അതുപോലെ പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങളില്. ഇതൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ കോടതി സംശയിച്ച കാര്യങ്ങളിലേക്ക് തന്നെ കടന്ന് എത്തുന്നു എന്നുള്ളത് പോലെയാണ് നമുക്കിപ്പോ തോന്നുന്നത്. അപ്പൊ ഇത് ശക്തമായ രീതിയിൽ ഇതിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോ 2 ഉദ്യോഗസ്ഥരെ കൂടി അതിൽ അന്വേഷണ സംഘത്തിൽ ചേർത്തിട്ടുണ്ട്. നാളെ ഇപ്പോൾ SITയുടെ പ്രത്യേക സംഘം സന്നിധാനത്ത് എത്തുന്നുണ്ട്. കാരണം ഇന്നുകൊണ്ട് അവിടെ സന്നിധാനത്തിൽ ഭക്തരെല്ലാവരും മലയിറങ്ങി പോകും. നാളെ മുതൽ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ SITക്ക് സ്വസ്ഥമായിട്ട് അന്വേഷണം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ സ്ട്രോങ് റൂമിലും ഈ കാര്യങ്ങളിൽ അവർ അന്വേഷണങ്ങൾ നടത്തണം. എന്തൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഒരു അന്വേഷണവും എല്ലാം അത് നടത്തേണ്ടതുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിൽ ഈ കുറ്റകൃത്യം നടക്കാൻ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന്റെ ഒരു പ്രയോഗ രീതി അത് തന്നെ പുറത്തു വരണ്ടേ? എന്നാൽ മാത്രമല്ല ഇപ്പോൾ പറയുന്ന വാദങ്ങൾ, അതായത് നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നല്ലേ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. തന്ത്രിയെയും ദേവസ്വം ഉദ്യോഗസ്ഥരെയും കൊടുക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചാണല്ലോ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കുറെ പ്രചരണങ്ങൾ നടക്കുന്നത്. അല്ല, നമുക്കിപ്പം ഒരു ഇത്രമാത്രം വൈകാരികമായ കാര്യങ്ങളുള്ള ഒരു വിഷയത്തില്, അതുപോലെ തന്നെ
ശ്രദ്ധ പതിച്ചിട്ടുള്ള ഒരു കാര്യത്തില് വിവാദങ്ങൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവര് നിയമപ്രകാരമുള്ള നടപടിപ്രകാരമുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ബാഹ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോലീസിന് അന്വേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അത് മതിയായ തെളിവുകൾ ശേഖരിക്കുക. ഇപ്പൊ 202 സാക്ഷികളെ ചോദ്യം ചെയ്തു മൊഴി രേഖപ്പെടുത്തിയെന്നാണ് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ അത് അവിടെ നിന്ന് നഷ്ടപ്പെട്ട മുതലുകൾ, ഈ പാളികളായിക്കോട്ടെ, സ്വർണമായിക്കോട്ടെ, മറ്റേ ഏതൊക്കെ സാധനങ്ങളാണോ അതെല്ലാം കണ്ടെടുത്ത് അന്വേഷണം ശരിയായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ്. പുറമേ നിന്ന് നമ്മൾ പറയും പോലല്ല ഒരു അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഘത്തിന്, അതും ഇത്രമാത്രം വിശാലമായ അന്വേഷണ കാര്യങ്ങൾ ഉള്ള അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു കേസിൽ അന്വേഷണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചും അത് എങ്ങനെ തെളിവുകൾ ശേഖരിക്കണം എന്നുള്ളതും ഇവരെ അറസ്റ്റ് ചെയ്താൽ മാത്രം തീരുന്നതല്ല വിഷയം. കോടതിയിൽ തെളിവുകൾ ഹാജരാക്കി, സാക്ഷിമൊഴികൾ ഹാജരാക്കി, ശരിയായ രീതിയിലുള്ള പരിശോധനാ റിപ്പോർട്ടുകളും ശാസ്ത്രീയമായ അന്വേഷണവും എല്ലാം പൂർത്തീകരിച്ച് കോടതിയിൽ ചാർജ് കൊടുത്ത് ഇവരുടെ പേരിലേക്ക് ഇവരെ ശിക്ഷിക്കത്തക്ക രീതിയിലേക്കുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്തം. ശരി സർ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇനി കൂടുതൽ ഒരു അറസ്റ്റിനുള്ള ഒരു സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ടല്ലേ? അത് നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ ആവാം. കാരണം ഇപ്പം ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ 2025 അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോട് അന്വേഷിക്കാൻ SIT തയ്യാറാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടവുമൊക്കെയായി ബന്ധപ്പെട്ടു അതിലൊക്കെ ആരൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും അങ്ങനെ വരും. അറസ്റ്റ് ഇതുകൊണ്ട് തീരുന്നില്ല, അല്ലെങ്കിൽ പ്രതികളുടെ എണ്ണം ഇതായിരിക്കില്ല എന്ന് നമുക്ക് കരുതാം ചിലപ്പോൾ. കാരണം അന്വേഷണം ശരിയായ ദിശയിൽ പോകട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വതന്ത്രമായിട്ട് വിടുക, അവരന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തട്ടെ കാര്യങ്ങളെല്ലാം. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും അല്ലേ, പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കാരണം അന്വേഷണത്തിൽ ചില രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. സന്നിധാനത്തെത്തി ഭക്തരുടെ തിരക്കിനിടയിൽ ഒരു അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തോന്നലാണ് അതിനകത്തുള്ളത്. കാരണം ഇന്നലെ കൊണ്ട് ഭക്തജനങ്ങളെല്ലാം മലയിറങ്ങി പോയ ഒരു സാഹചര്യത്തിൽ സ്വസ്ഥമായ രീതിയിൽ അന്വേഷണം നടത്താൻ പറ്റും, കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും. കാരണം ഇനിയും പ്രതികൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും പോലും അന്വേഷണം എത്തിയപ്പോൾ നമുക്കൊരു വലിയൊരു ഞെട്ടലായിരുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ദിവസം. പക്ഷേ അതിനുശേഷമുള്ള പിന്നീടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇനിയും ഇതിനു മുന്നിലേക്കുള്ള മറ്റ് കണ്ണുകളിലേക്ക് കൂടെ ഇത് എത്താൻ ഉടൻ തന്നെ എത്തുമായിരിക്കും. കാരണം SIT അത്രത്തോളം ഒരു കുരുക്ക് വല വിരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അതെ, ഇപ്പോൾ ഇതിനകത്ത് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എങ്കിൽ SIT എന്നുള്ള സംസ്ഥാന പോലീസിൽ ഉൾപ്പെട്ട ഒരു സംഘത്തിന് അന്വേഷിക്കാൻ പരിമിതികളുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ആരന്വേഷിക്കണം എന്നുള്ളതും ആരന്വേഷിക്കരുത് എന്നുള്ളതും അല്ല ഇവിടുത്തെ വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പന്റെ മുതലുകൾ ആ അയ്യപ്പ സന്നിധിയിലെത്തി ഇത്രമാത്രം കൃത്രിമങ്ങൾ കാണിച്ച് തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ കൊള്ള നടത്തിയ സംഘത്തിനെ അതിന്റെ വേരോടെ നമ്മൾക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിനകത്ത് അറിയാനുള്ളത്. കാരണം ഏത് ഏജൻസിയും വരട്ടെ, ഏത് ഏജൻസി വന്നാലും ഭക്തർക്കും പൊതുജനങ്ങൾക്കും ആ കേസുകൾ തെളിയണം, കാര്യങ്ങൾ വ്യക്തമാകണം, ജനങ്ങളുടെ മുന്നിൽ അത് വ്യക്തമാകണം. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ കോടതിയിൽ ശിക്ഷിക്കപ്പെടണം. ഇത് മാത്രമാണ് നമ്മൾക്ക് ഇതിനകത്തുള്ള താല്പര്യം. സർ, ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ സാർ സൂചിപ്പിച്ചപ്പോൾ തന്നെ ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിൽ CBIയുടെ ഒരു ആവശ്യം പലപ്പോഴായി ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം വേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു കേസിൽ? അല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് SIT അന്വേഷിക്കണോ CBI അന്വേഷിക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾക്ക് അതിനകത്ത് ഒരു അഭിപ്രായം പറയേണ്ടത് കാര്യമില്ല. കാരണം ഏത് ഏജൻസി അന്വേഷിച്ചാലും ഇത് വളരെ ഗൗരവമുള്ള, വളരെ ആളുകളെ വളരെയധികം സംശയത്തിൽ ആക്കുന്ന, നമുക്ക് സന്ദേഹം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ദുഃഖത്തിൽ നിർത്തുന്ന, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇത്. ആരന്വേഷിച്ചാലും ഇവിടെ പൊതുജനങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ ഞാൻ വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സത്യം തെളിയണം, എന്താണ് എന്നുള്ളത് നമുക്ക് വെളിവാകണം, അല്ലെങ്കിൽ ബോധ്യപ്പെടണം. അതാണ് ഇതിന്റെ ഏത് അന്വേഷണ ഏജൻസി വന്നാലും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സർ, ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ കുറേയധികം കേസുകളിലൊക്കെ ഈ പ്രതികളെയെല്ലാം കുറ്റം അല്ലെങ്കിൽ അവരുടെ ഒരു തെളിവ് ശേഖരിക്കുന്ന ഒരു രീതിയൊക്കെ പല കേസുകളിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഇതിൽ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പാളികൾ പുതിയതാണോ പഴയതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിശോധന നടക്കുകയാണല്ലോ. അതിലേക്ക് എത്രത്തോളം കാലതാമസം എടുക്കും? ഇല്ല, പാളികൾ പുതിയതാണോ പഴയതാണോ എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നിലവിൽ ഇപ്പോൾ അവിടെ
മാറ്റം ചെയ്യാത്ത അല്ലെങ്കിൽ മാറ്റിയിട്ടില്ലാത്ത പാളികളോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിരുന്ന വസ്തുക്കളോ ഉണ്ടാവും. അതുമായിട്ടും ഇപ്പോൾ മാറ്റി കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളുമായിട്ട് കമ്പയർ ചെയ്യുക. അതിന്റെ അംശങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഇത് പുതിയതാണോ പഴയതാണോ, അവിടെ നടക്കുന്ന പൂജകളും മറ്റുള്ള കാര്യങ്ങളും വെച്ച് അതിലേക്ക് വരുന്ന അംശങ്ങൾ ഓരോരോ രീതിയിൽ ബാഹ്യമായിട്ട് വന്നിട്ടുള്ളതും അതിന്റെ പഴക്കവും ഒക്കെ നിശ്ചയിക്കാൻ ശാസ്ത്രീയമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് കൃത്യമായ കാലഘട്ടം അതിനകത്ത് പറഞ്ഞു തരും. ഇത് ഏത് കാലഘട്ടത്തിൽ ഈ മാറ്റിവെച്ച പാളികൾ ഏത് കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണെന്നും അവിടെ സ്ഥിരമായി ഇരിക്കുന്ന പാളികൾ 98 വന്നതാണോ അല്ലെ അതിന് മുമ്പുള്ളതാണോ എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ശാസ്ത്രീയമായി കണ്ടെത്താൻ പറ്റും. തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.